ക്രിസ്മസ് ഒക്കെ ആകാറായില്ലേ, നമുക്കൊരു പ്ലം കേക്ക് തയ്യാറാക്കിയാലോ? അതിനായി 3 ഓറഞ്ച് നീരെടുത്ത് വെക്കുക. അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സായ ഈന്തപ്പഴം, കാഷ്യൂനട്ട്, ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി, ചെറി എന്നിവ ചേർത്ത് 2 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഓറഞ്ച് പീലും എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചൂടാക്കുക. ആ ഓറഞ്ച് നീര് അതിൽ നന്നായി വറ്റിച്ചെടുക്കുക. നല്ലൊരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ഇത് മാറ്റി എടുത്ത് വെക്കുക. നമ്മളിതിപ്പോൾ സോക്ക് ചെയ്തേക്കാണ്. ഇത് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസത്തേക്കാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇതിപ്പോൾ തലേ ദിവസമാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെക്കാം. നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്നത് വരെ മെൽറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ബ്രൗൺ കളറായതിനു ശേഷം 1/4 കപ്പ് തിളച്ച വെള്ളം, നല്ല ചൂട് വെള്ളം ഒഴിക്കുക. ഇതൊഴിക്കുമ്പോൾ സൂക്ഷിക്കണം, മേത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അകന്ന് നിന്ന് വേണം അത് ഒഴിക്കാനായിട്ട്. അതിനുശേഷം അത് ചൂടാൻ വെക്കുക. പിന്നീട് 1 കപ്പ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/3 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. കേക്കിൻ്റെ മിക്സ് എത്രത്തോളം അരിക്കുന്നു അത്രത്തോളം നല്ലതാണ്. അതിനുശേഷം ഇന്നലെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട് മിക്സിംഗ് എടുക്കുക. നമ്മൾക്കിപ്പോൾ 1 കിലോ കേക്കിലേക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് വേണ്ടത്. സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ് വേണ്ടത്. അത് അളന്ന് 1.5 കപ്പ് നമ്മൾ എടുത്ത് വെക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര പൊടിക്കാനാണ്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. 3 ഏലക്കായ, 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിക്കുരു നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായി 3 എഗ്ഗ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത്, വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം വൈറ്റാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യുന്നതിനെ കൂടെ തന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയിട്ട് എടുക്കണം. അതിനിടയിൽ വാനില എസൻസോ അല്ലെങ്കിൽ പ്ലമ്മിൻ്റെ എസൻസോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തേക്കുന്നത് റിച്ച് പ്ലമ്മിൻ്റെ എസൻസാണ്. അത് ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുന്നതിനിടെ അല്പം പഞ്ചസാരയും മാറ്റിവെച്ച എഗ് യോക്കും ചേർത്ത് നല്ല രീതിയിൽ ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലഫിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഉരുളി പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിനായി ഞാൻ മണലാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയിൽ കുറച്ച് മണലിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് മൈദയിട്ട് മിക്സ് ചെയ്യുക. ഇത് കേക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഓൾട്ടർനേറ്റീവായി ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് വേണം ഇടാനായിട്ട്, ഒറ്റയടിക്ക് ഇടാൻ പാടില്ല. പതിയെ വേണം മിക്സ് ചെയ്യാൻ. ഇതിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളൂ. പതിയെ മിക്സ് ചെയ്യാൻ, വളരെ സ്ലോവിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്.
നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിൽ ആഡ് ചെയ്യുക. ഓവർ മിക്സായി പോവരുത്, പതിയെ പതിയെ മിക്സ് ചെയ്യണം. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് പതിയെ വേണം മിക്സ് ചെയ്യാനായി. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്യുക. ബട്ടർ പേപ്പർ ഇട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച അലുമിനിയം ട്രേ എടുക്കുക. അതിലേക്ക് ഈ ബാറ്റർ പതിയെ ചേർക്കുക. നല്ല രീതിയിൽ ടാപ്പ് ചെയ്യുക. ബബിൾസ് എല്ലാം പോവാനാണ് ടാപ്പ് ചെയ്യുന്നത്. കുറച്ച് ഡെക്കറേഷനായി കാഷ്യൂ ആഡ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ ഇറക്കി വെക്കുക. ഒരു 40-45 മിനിറ്റ്സ് ആയി എനിക്കിത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. 45 മിനിറ്റിന് ശേഷം കേക്ക് വെന്തോന്നറിയാനായിട്ട് ഒരു സ്ക്യൂവർ ഉപയോഗിച്ച് കേക്കിനുള്ളിൽ കുത്തി നോക്കുക. സ്ക്യൂവറിലൊന്നും പറ്റിപ്പിടിക്കാത്ത വിധമായാൽ കേക്ക് ബേക്കായി നടത്താം. നല്ല രീതിയിൽ ചൂടായതിനു ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യുക. 2 ദിവസത്തിന് ശേഷം കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനും നല്ലത് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും. ഈ കേക്കിൽ എയർ ബബിൾസ് ധാരാളം ഉണ്ട്. അതിനായി നല്ല രീതിയിൽ ടാപ്പ് ചെയ്തോണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല രുചികരമായ പ്ലം കേക്ക്.